ഉത്തരമാറ്റിലാണെങ്കിൽ നയനയുടെ മുൻപിൽ സങ്കടപ്പെട്ട് നവ്യ അങ്ങനെ ഇവിടെ ആദർശമെങ്കിൽ നാഗേന്ദ്രൻ്റെ ചതിക്ക് പിന്നാലെയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ആദർശ് ജലജയുടെ ചതിയും തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും, സാധിക്കും. അങ്ങനെയിരിക്കെ നമ്മുടെ ഇവിടെ നയനെങ്കിൽ നവ്യയുടെ രീതികൾ വീക്ഷിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ നവ്യയിൽ കൃത്യമായി കുറേ മാറ്റങ്ങളുണ്ട്. അങ്ങനെയെന്ന് വിചാരിച്ചാൽ അനന്തപുരിക്കാർക്കെതിരെയും ആദർശിനും നയനയെയും കൂടാതെ നന്ദുവിനെതിരെയുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ നവ്യയാണെങ്കിൽ നല്ല രീതിയിൽ എതിർക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവരറിയാതെ അത് ചെയ്യുന്നത് നയന കണ്ടെത്തുകയാണ്. ഒടുവിൽ നമ്മുടെ നയനയാണെങ്കിൽ നവ്യയോട് ചോദിക്കുകയാണ്, ചേച്ചി എന്തെങ്കിലും ഞങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന്. ഒടുവിലതാ സത്യം തുറന്നു പറയാനായിട്ട്, കാര്യങ്ങളെല്ലാം പറയാനായിട്ട് നവ്യ തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയും.